ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഗോവയിലെ വിവിധ പള്ളികളിലേക്കുള്ള തീർത്ഥാടന യാത്രയിൽ നിങ്ങൾക്കും എന്നോടൊപ്പം പങ്കുചേരാം. ഇന്നത്തെ നമ്മുടെ യാത്ര സെന്റ് കജറ്റൻ ദേവാലയത്തിലേക്കാണ്. പഴയ ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന റോമൻ കത്തോലിക്ക ദൈവാലയമാണ് ചർച്ച് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് എന്നും കൂടി അറിയപ്പെടുന്ന സെന്റ് കജറ്റൻ ചർച്ച്. 1661 പൂർത്തിയാക്കിയ ഈ പള്ളി ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. 1639 ക്രിസ്തുമതം പ്രസംഗിക്കുന്നതിനായി 3 ഇറ്റാലിയൻ പുരോഹിതന്മാർ ഇന്ത്യയിലെത്തി. 1643 അവർ ഒരു ആസ്പത്രിയുടെ നിർമ്മാണം ഗോവയിൽ തുടങ്ങി. എന്നാൽ പോർച്ചുഗീസ് വൈസ്രോയി ഫിലിപ്പ് മസ്കേരനാസ് അവരെ ഗോവയിൽ നിന്നും പുറത്താക്കി. എന്നിരുന്നാലും ഇറ്റാലിയൻ പുരോഹിതന്മാരുടെ നേതാവ് പെഡ്രോ അവിത്താബിലി പോർച്ചുഗലിൽ പോയി ഗോവയിലെ പോർച്ചുഗീസ് പുരോഹിതന്മാരുമായി അവർ പ്രവർത്തിക്കുന്നത് ക്രിസ്തുമതത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസൃതമാണെന്ന് പോർച്ചുഗൽ രാജാവായ ജോൺ 4 ബോധ്യപ്പെടുത്തി. 1650 രാജാവ് ആസ്പത്രിയുടെ നിർമ്മാണത്തിന് അനുമതി നൽകി. 1655 പള്ളിയും അതിനോട് അടുത്തായി ഒരു ചെറിയ കോൺവെന്റും സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നേടുവാനും അവർക്ക് കഴിഞ്ഞു. ഇറ്റാലിയൻ വാസ്തുശില്പികളായ കാർലോ ഫെരാനി, ഫ്രാൻസെസ്കോ മരിയ മിലാസോ എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു പള്ളിയുടെ നിർമ്മാണം. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മാതൃകയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രീക്ക് കുരിശിന്റെ രൂപത്തിലുള്ള ഈ പള്ളിയുടെ ഉള്ളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ലാറ്റിൻ ലിഖിതങ്ങൾ ഒരു വലിയ താഴികക്കുടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊരിന്ത്യൻ ശൈലിയിലുള്ള പള്ളിയുടെ മുഖത്ത് വിശുദ്ധരായ പീറ്റർ, പോൾ, ജോൺ, മത്തായി എന്നിവരുടെ 4 ഗ്രാനൈറ്റ് പ്രതിമകൾ ഉണ്ട്. പള്ളിയിൽ 7 അൾത്താരകളാണ് ഉള്ളത്. പ്രധാന അൾത്താര ഔർ ലേഡി ഓഫ് പ്രൊവിഡൻസിനായി സമർപ്പിച്ചിരിക്കുന്നു. പ്രധാന ബലിപീഠം വെറോണയിലെ സാൻ നിക്കോളായിലെ ചർച്ച് അടിസ്ഥാനമാക്കി ആണ് നിർമ്മിച്ചിട്ടുള്ളത്. ടസ്കാനിയയിലെ ഗ്രാൻഡ് ഡ്യൂക്ക് കോസിമോ III ഡി മെഡിസിനിയുടെ നേതൃത്വത്തിൽ 1713 തിയറ്റൻസ് ഓർഡർ ചെയ്തു. പ്രവേശന കവാടത്തിന്റെ ഇരുവശത്തും 3 ബലിപീഠങ്ങൾ ഉണ്ട്. വലതുവശത്ത് വിശുദ്ധ കജറ്റനിലേക്കുള്ള അൾത്താര സ്ഥിതി ചെയ്യുന്നു. ഈ അൾത്താര പരിപൂർണമായും തേക്കുകൊണ്ട് നിർമ്മിച്ചതാണ്. ദേവദാരു, ചന്ദനം, അകിൽ, ഇരുമുള്ള് എന്നീ മരങ്ങളിൽ കൊത്തിയെടുത്ത വിശുദ്ധ രൂപങ്ങളും ചിത്രങ്ങളും ഈ പള്ളിയിൽ നമ്മൾക്ക് കാണുവാൻ കഴിയും. ഉയരമുള്ള ചതുരാകൃതിയിലുള്ള ബലിപീഠം സ്ഥിതി ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനടിയിൽ ഒരു കിണർ ഉണ്ട്. അത് ഇപ്പോൾ ഗ്രില്ലിട്ട് അടച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലൂടെ നോക്കിയാൽ ജലസാന്നിധ്യം കാണുവാൻ നമ്മൾക്ക് കഴിയും. അൾത്താരയ്ക്ക് താഴെയുള്ള സെമിത്തേരിയിൽ യുദ്ധത്തിൽ മരിച്ചുപോയ പോർച്ചുഗീസ് സൈനികരുടെ മൃതദേഹങ്ങൾ ലിസ്ബണിലേക്ക് അയക്കുന്നതിന് മുമ്പ് സൂക്ഷിച്ചു വെച്ചിരുന്നതായി പറയപ്പെടുന്നു. അതിമനോഹരമായ ഈ പള്ളിയും പരിസരവും ഏതൊരു സന്ദർശകനെയും പുതിയ ഒരു ആത്മീയ തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഈ പള്ളി സന്ദർശിക്കുവാനും അല്പസമയം ഈ പള്ളിയിൽ പ്രാർത്ഥിക്കുവാനും ഭാഗ്യം ലഭിച്ചതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. വളരെ നല്ല ഒരു പ്രാർത്ഥനാ അന്തരീക്ഷം ഈ പള്ളിയുടെ അകത്ത് നിൽക്കുമ്പോൾ എനിക്ക് ലഭിച്ചു. സാധിക്കുന്നവർ ഗോവ സന്ദർശിക്കുമ്പോൾ ഈ പള്ളിയും കൂടി കാണേണ്ടതാണ്. ഏവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.